Good morning everybody. Litmaster YouTube ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ട്രാൻസാക്ഷൻസ് എസെൻഷ്യൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് എന്ന ഫസ്റ്റ് സെമസ്റ്റർ കോമൺ കോഴ്സ് പേപ്പറായ നമ്മളിന്ന് കൈകാര്യം ചെയ്യുന്നത് അതിലെ മൂന്നാം ചാപ്റ്ററിലെ നാലാം ഭാഗത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. So let us continue to the past continuous tense. In the previous class we have discussed simple past tense, how to form simple past, how to use it, and what are the situations in which we use simple past tense. Today we are going to discuss past continuous tense and how to form it, or what are the situations to use past continuous tense, and what are the variant nonsense of past continuous tense. So listen to past continuous tense that we are going to discuss here. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുക. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. We use past continuous tense to say what was or not happening around, before, at and perhaps after a past time. ഒരു പാസ്റ്റ് ടൈമിൽ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുഭാഗത്തൊക്കെ ഏകദേശം അതിനോടനുബന്ധിച്ചുള്ള സമയങ്ങളിലൊക്കെ എന്തൊക്കെ സംഭവിച്ചില്ല എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. സോ വി യൂസ് ദിസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ടു സേ what was or not happening around the time, not exact the time but around the time, or before, or at and perhaps after a past time. For example, what were you doing at 8 o'clock? We are asking to our friend, what were you doing at 8 o'clock? 8 മണിക്ക് നീ എന്ത് ചെയ്യുകയായിരുന്നു? Were you watching TV? TV വാച്ച് ചെയ്യായിരുന്നു. At 8, no, I wasn't watching TV, I was reading. അപ്പോൾ 8 മണി സമയത്ത് ഞാൻ വായിക്കുകയായിരുന്നു എന്നുള്ള. അപ്പോൾ 8 മണി എക്സാക്റ്റ് 8 മണിക്കാണല്ല, അറൗണ്ട് 8 മണി, 8 മണിയുടെ മുമ്പ് തുടങ്ങി 8 മണിക്ക് ശേഷമൊക്കെ തുറന്നുകൊണ്ടിരിക്കുന്ന അറൗണ്ട്, അത് പാസ്റ്റിൽ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നു. I was reading a book. I was walking down the street when it began to rain. When it began to rain, മഴ പെയ്ത് തുടങ്ങിയപ്പോൾ I was walking down the street. സ്ട്രീറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ മഴ പെയ്യുന്നതിന് മുമ്പായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക, മഴ പെയ്യുമ്പോഴും അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. സോ അറൗണ്ട് ദ ടൈം സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആൻഡ് ഐ വാസ് വാക്കിംഗ് ഡൗൺ ദ സ്ട്രീറ്റ് വെൻ ഇറ്റ് ബിഗാൻ ടു റെയിൻ. വെൻ വി ഡിസ്കസ് വിത്ത് അവർ ഫ്രണ്ട്സ് വി മേ സേ ദാറ്റ് യെസ്റ്റർഡേ അറ്റ് 12 o'clock ഐ വാസ് വെയിറ്റിംഗ് ഫോർ യുവർ കോൾ. അല്ലേ, നമ്മൾ പറയാം ഐ വാസ് വെയിറ്റിംഗ് ഫോർ യുവർ കോൾ. ഇന്നലെ രാത്രി 12 മണിക്ക് ഞാൻ നിൻ്റെ കോൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊരു ടൈമാണ് കേട്ടോ. ഏകദേശം സമയത്ത് സംഭവിച്ച കാര്യങ്ങളെ പറയാൻ വേണ്ടിയിട്ടാണ്, സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെ പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. വി യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ടു സെറ്റ് ദ സീൻ, ടു ഗിവ് എൻ ഐഡിയ ഓഫ് ദ ബാക്ക്ഗ്രൗണ്ട് സിറ്റുവേഷൻ. To give an idea about the background situation, we may use past continuous tense. ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ, ഒരു കാര്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സിറ്റുവേഷൻ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി, അവിടെ എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ നിങ്ങൾ. വെൻ ഐ വാസ് വാക്കിംഗ് ഡൗൺ ദ സ്ട്രീറ്റ് ഇറ്റ് ബിഗാൻ റെയിൻ. നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെയാണ്. അപ്പോൾ മഴ പെയ്യുന്ന ഒരു സമയം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വെൻ ഐ വാസ് വാക്കിംഗ് ഡൗൺ ദ സ്ട്രീറ്റ്, ഞാൻ സ്ട്രീറ്റിലേക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. അതതിൻ്റെ ഒരു ഏകദേശ സമയം സൂചിപ്പിക്കുകയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സിറ്റുവേഷനാണ് പറയാൻ നമ്മൾ പറയുന്നത്. വെൻ ഐ വാസ് സ്റ്റഡിങ് അറ്റ് 10th class, മൈ ഫാദർ വെൻറ്റ് ടു ഗൾഫ് ഓർ വെൻറ്റ് അബ്രോഡ്. ഇത് നമുക്ക് പറയാം. വെൻ ഐ വാസ് സ്റ്റഡിങ് അറ്റ് 10th class, അത് നമുക്കങ്ങനെ പറയാം. ആ ഒരു എൻ്റെ വാപ്പ അല്ലെങ്കിൽ അച്ഛൻ ഗൾഫിൽ പോയ സമയം ഏതാണ്, അതാണ് നമ്മൾ പറയുന്നത്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സിറ്റുവേഷൻ. ഇനി ഇതിൽ വരുന്ന കുറച്ച് എക്സസൈസുകൾ നമുക്ക് ചെയ്തു നോക്കാം. ഏകദേശം റൈറ്റ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ് ഇതിലെ ഒരു ഒന്നാമത്തെ ചോദ്യം. അറ്റ് എക്സാമ്പിൾ, അറ്റ് 10 ഐ വാസ് റീഡിങ് എ ന്യൂസ് പേപ്പർ.
ന്യൂസ് പേപ്പർ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കേണ്ടത്. ആൻസർ ന്യൂസ് പേപ്പർ കിട്ടുന്ന അല്ല സോറി വേർ യു റീഡിങ് എ ന്യൂസ് പേപ്പർ, അതാണ് ചോദ്യം. വേർ യു റീഡിങ് എ ന്യൂസ് പേപ്പർ, നീ ഒരു ന്യൂസ് പേപ്പർ വായിക്കുകയായിരുന്നോ? യെസ് അറ്റ് 10 ഐ വാസ് റീഡിങ് എ ന്യൂസ് പേപ്പർ. കേട്ടോ, അറ്റ് 10 എന്ന് പറഞ്ഞാൽ അറൗണ്ട് ദ 10 എന്നുള്ളതാണ്. വെൻ ഐ സോ പീറ്റർ ഹി വാസ് ഈറ്റിംഗ്, പീറ്ററിനെ ഞാൻ കണ്ട സമയത്ത് പീറ്റർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വാട്ട് വെച്ചിട്ടാണ് പറയേണ്ടത്. അപ്പോൾ എന്താണ് വാട്ട് വെച്ചിട്ടെങ്കിൽ നമുക്ക് പറയാം വാട്ട് വാസ് പീറ്റർ ഡൂയിങ്, വാട്ട് വാസ് പീറ്റർ ഡൂയിങ് വെൻ യു സോ ഹിം. നമുക്ക് മറുപടി പറയാം വാട്ട് വാസ് പീറ്റർ ഡൂയിങ് വെൻ യു സോ ഹിം. നെക്സ്റ്റ്, ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോമുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ കുറച്ച് ഫോമുകളാണ് പറയാൻ പോകുന്നത്. അതിൽ ഒരു സ്ലൈഡ് നമ്മളെടുത്ത് മിസ്സായിട്ടുണ്ട്. എന്തായാലും ഫോമുകൾ നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഈസ് ഫോംഡ് വിത്ത് ദ പാസ്റ്റ് ടെൻസ് ഓഫ് ബി ആൻഡ് ദ ing ഫോം ഓഫ് ദ വെർബ്. ബിയുടെ ഫാസ്റ്റ് ഫോം ആണല്ലോ. ബി എന്നത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ബി എന്നതൊരു ബേസ് ഫോമാണ്. അതിൻ്റെ പ്രസൻറ്റ് ടെൻസിലെ ഫോമാണ് ഈസ്, വാസ്, ഈസ്, ആറ്, ആം, ഇതൊക്കെ പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നു. അതിൻ്റെ പാസ്റ്റ് ഫോമാണെന്ത്, വാസ്, വേർ എന്നൊക്കെയുള്ള ബിയുടെ പാസ്റ്റ് ഫോമാണ്. ബിയുടെ പാസ്റ്റ് ഫോം ഉപയോഗിക്കും. ആൻഡ് ing ഫോം ഓഫ് ദ വേർബ്, വേർബിൻ്റെ ing ഫോം ഉപയോഗിക്കും. നോക്കൂ നിങ്ങൾ, ഹി ഓർ ഷീ ഓർ ഇറ്റ് വാസ് വർക്കിംഗ്, വാസ് ഉപയോഗിച്ച് വർക്ക്, അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മളത് ഉപയോഗിച്ചിട്ടുള്ളത് ഹി ഓർ ഷീ ഓർ ഇറ്റ് വാസ് വർക്കിംഗ്. ഇനി അതിൻ്റെ താഴെയുള്ള നോക്കൂ, യു, വി, ദേ വർ വർക്കിംഗ്. ഇത് പ്ലൂറൽ ആകുന്ന സമയത്ത് യു പ്ലൂറൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക. യു, വി, ദേ വർ വർക്കിംഗ്, അവർ വർക്ക് ചെയ്തുകൊണ്ട്. അപ്പോൾ വേർ, വാസും വേറും ആണ് ഇതിലുള്ള രണ്ട്. പ്ലൂറൽ ആവുന്ന സമയത്ത് വേർ ഉപയോഗിക്കുന്നു, സിംഗുലർ ആവുമ്പോൾ വാസ് ഉപയോഗിക്കുന്നു. ഐ വാസ് നോട്ട് വർക്കിംഗ് ഇൻ നെഗറ്റീവ്, വാസിൻ്റെ കൂടെ നോട്ടും കൂടെ ചേർന്നു, ഐ വാസ് നോട്ട് വർക്കിംഗ്. യു വർ നോട്ട് വർക്കിംഗ്. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ നോക്കൂ, വേർ വാസ് ഷീ, വേർ വാസ് ഹി വർക്കിംഗ്, വേർ വാസ് ഷീ വർക്കിംഗ്, വൈ വർ ദേ വർക്കിംഗ്, വൈ വർ ദേ വർക്കിംഗ്, വാട്ട് വർ ദേ വർക്കിംഗ്, വേർ വർ ദേ വർക്കിംഗ്, ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ സാധാരണ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് പോലെ വേർ ആദ്യം കൊണ്ടുവന്നു, പിന്നെ അതിന് ശേഷം സബ്ജക്റ്റിലേക്ക് പോയി, പിന്നെ നമ്മൾ ing ഫോം ഓഫ് ദ വേർബ് ഉപയോഗിച്ചു. ഇനി യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നോക്കൂ, വാസ് ഷീ വർക്കിംഗ്, വാസ് ഷീ വർക്കിംഗ്, യെസ് ഷീ വാസ് വർക്കിംഗ്. നോ ഷീ വാസ് നോട്ട്, നെഗറ്റീവ് സെൻറ്റൻസ്, നോ ഷീ വാസ് നോട്ട് വർക്കിംഗ്. കണ്ടോ, അതിൻ്റെ പോസിറ്റീവ് സെൻറ്റൻസ്, യെസ് ഷീ വാസ് വർക്കിംഗ്. വാസ് ഷീ വർക്കിംഗ് എന്ന ക്വസ്റ്റ്യൻ ആണ്. വാസ് ഷീ വർക്കിംഗ്, യെസ് ഷീ വാസ് വർക്കിംഗ്. നെഗറ്റീവ് ആണ്, നോ ഷീ വാസ് നോട്ട് വർക്കിംഗ്. പിന്നെ were you working, yes we were working, no we weren't working. ഇങ്ങനെയൊക്കെ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കാം. ഇനി മറ്റൊരു എക്സസൈസ് നോക്കൂ, ചൂസ് ദ ബെസ്റ്റ് ടെൻസ് ഫോം, റീഡ് വാട്ട് ഈച്ച് സ്പീക്കർ ഈസ് തിങ്കിങ് അബൌട്ട്. ഈ പറയുന്ന ആൾ എന്താണ് ആലോചിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഉത്തരം. അത് കുറച്ച് നന്നായി നമ്മൾ ചിന്തിക്കണം കേട്ടോ. ഇതേപോലത്തെ ചോദ്യങ്ങളാണ് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യനായി ചോദിക്കുക. ആൻഡ് ടിക്ക് റൈറ്റ് ദ ബെസ്റ്റ് സെൻറ്റൻസ് ഫോർ ദ സ്പീക്കർ ടു യൂസ്. സ്പീക്കർക്ക് ഉപയോഗിക്കേണ്ട ബെസ്റ്റ് സെൻറ്റൻസ് ഏതാണ് നോക്കൂ നിങ്ങൾ. ഐ വാണ്ട് ടു നോ യുവർ ആക്ഷൻ ആഫ്റ്റർ യുവർ ഫാദർ ഡൈഡ്. നിൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ നിൻ്റെ പ്രതികരണം, നിൻ്റെ ആക്ഷൻ എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയണം. അപ്പോൾ അയാൾ പറയാൻ പോവാണ് ആക്ഷൻ. അപ്പോൾ അത് എന്ത് ടെൻസിലായിരിക്കണം നോക്ക്. ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ പറയേണ്ടത്. വാട്ട് ഡിഡ് യു ഡു വെൻ യുവർ ഫാദർ ഡൈഡ്. നിൻ്റെ അച്ഛൻ ചെയ്തപ്പോൾ നീ എന്താണ് ചെയ്തത്. വാട്ട് വെർ യു ഡൂയിങ് വെൻ യുവർ ഫാദർ ഡൈഡ്. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതെന്താ, അച്ഛൻ ചെയ്തപ്പോൾ നീ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ അട്ടഹസിച്ചു, നമ്മൾ കരഞ്ഞു, നമ്മൾ ബോധം കെട്ട് വീണു, ഇതൊക്കെ ഒരു പ്രവൃത്തിയാണ്. എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, വാട്ട് വെർ യു ഡൂയിങ് വെൻ യുവർ ഫാദർ ഡൈഡ്. നിൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ നീ എന്ത് ചെയ്യുകയായിരുന്നു. ഉദാഹരണം, അച്ഛൻ മരിച്ച സമയത്ത് അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ മരിച്ചത്.
അല്ലെങ്കിൽ ഞാൻ അവിടെ ഇങ്ങനെ ഇന്നത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പം അറൗണ്ട് ടൈമിൽ സംഭവിച്ച കാര്യങ്ങളാണ് പറയേണ്ടത്. പക്ഷെ മറ്റേതല്ല, ഒറ്റ പ്രവൃത്തിയാണ്. ഓക്കെ, രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലായല്ലോ. ആദ്യത്തേത് ഞാൻ ബോധം കെട്ട് വീണു, മറ്റ് അങ്ങനെയൊക്കെയുള്ള ഉത്തരമാണ് ഇയാൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, വാട്ട് വേർ യു ഡൂയിങ് വെൻ യുവർ ഫാദർ ഡൈഡ്? അച്ഛൻ മരിച്ചപ്പോൾ നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? അപ്പോൾ അച്ഛൻ മരിക്കുന്ന സമയത്ത് ഞാൻ കോളേജിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ കോളേജിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയൊക്കെയുള്ള മറുപടിയാണ് അതിന് വേണ്ടത്. നെക്സ്റ്റ് നോക്കൂ, ഐ വാണ്ട് ടു ഡിസ്ക്രൈബ് ദ സിറ്റുവേഷൻ അറ്റ് ദ പാർട്ടി വെൻ ഐ അറൈവ്ഡ്. ഞാൻ പാർട്ടിയിലേക്ക് വന്ന സമയത്ത് അവരൊക്കെ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്താണ്? എവ്രി വൺ വാസ് ഡാൻസിങ്, അല്ലെങ്കിൽ എവ്രി വൺ ഡാൻസ്ഡ്. എവ്രി വൺ ഡാൻസ്ഡ് എന്നെല്ലാം നമുക്കറിയാം. ഞാൻ അവിടേക്ക് ചെന്ന സമയത്ത് എല്ലാവരും ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ട് അറൗണ്ട് സമയത്ത് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ എല്ലാവരും ഡാൻസിങ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡാൻസ്ഡ് എന്നത് അപ്പോൾ ശരിയാവില്ല. ഇനി മറ്റൊരു ഉദാഹരണം നോക്കൂ. ഐ ആം തിങ്കിങ് ഓഫ് ദ ഹോൾ കാർ ജേണി. ഇതുവരെ കാറിലെ മൊത്തം ഇതുവരെയുള്ള കാറിലെ ഞാൻ ഇതുവരെ എത്തിയപ്പോൾ ആ കാറിൻ്റെ യാത്രയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ദ ഡ്രൈവർ ഡ്രോവ് ടു ഫാസ്റ്റ്. ഡ്രൈവർ നന്നായി സ്പീഡിൽ ഡ്രൈവ് ചെയ്തു. മറ്റത് ദ ഡ്രൈവർ വാസ് ഡ്രൈവിങ് ടു ഫാസ്റ്റ്. ഡ്രൈവർ നന്നായി ഫാസ്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോൾ? എങ്ങനെ? അപ്പോൾ അതല്ല ശരി, ഡ്രോവ് എന്നതാണ്. കാരണം ഡ്രോവ്, ഞാൻ എൻ്റെ ഇങ്ങോട്ട് വന്ന ജേണിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഡ്രൈവർ നന്നായി ഡ്രൈവ് ചെയ്തു, വളരെ സ്പീഡിൽ ഡ്രൈവ് ചെയ്തു. അത് കഴിഞ്ഞു പോയ ഒരു മറ്റൊന്നിനോട് ബന്ധമില്ലാത്ത ഒന്നാണ്. മറ്റു നോക്കൂ, ഡ്രൈവർ വാസ് ഡ്രൈവിങ് ടു ഫാസ്റ്റ്. ഡ്രൈവർ വളരെ ഫാസ്റ്റായി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി, അല്ലെങ്കിൽ അപ്പോൾ മറ്റെന്തെങ്കിലും സംഭവിച്ചു. അങ്ങനെയൊക്കെയാണ് നമ്മളതിൽ മറുപടി പറയും. അതിൻ്റെ മറ്റൊരു അതിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ടാവേണ്ടത്. മൂന്നാമത്തെ നോക്കൂ, ഐ വാണ്ട് ടു ഷോ ദാറ്റ് ഐ ഫിനിഷ്ഡ് മൈ ഡ്രീം. എൻ്റെ ഡ്രീം ഞാൻ പൂർത്തീകരിച്ചു എന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം. ഐ ഡ്രീംഡ് അബൌട്ട് എ വണ്ടർഫുൾ ഹോളിഡേ. ഐ വാസ് ഡ്രീമിങ് അബൌട്ട് എ വണ്ടർഫുൾ ഹോളിഡേ. അവരൊരു ഹോളിഡേ ഒരു ഹോളിഡേ ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഹോളിഡേ എങ്ങനെ നന്നായ രീതിയിൽ പൂർത്തീകരിക്കണം എന്ന് ഞാൻ പറയും. അപ്പോൾ എന്തായിരുന്നു എൻ്റെ സ്വപ്നം? ഐ ഡ്രീംഡ് അബൌട്ട് എ വണ്ടർഫുൾ ഹോളിഡേ. ഒരു വണ്ടർഫുൾ ഹോളിഡേയെ കുറിച്ചാണ് ഞാൻ സ്വപ്നം കണ്ടിരുന്നത് മീൻസ് ഞാൻ കണ്ടത്. ഇവിടെ നോക്കുക, ഐ വാസ് ഡ്രീമിങ് അബൌട്ട് എ വണ്ടർഫുൾ ഹോളിഡേ. ഞാൻ ഒരു നല്ല വണ്ടർഫുൾ ഹോളിഡേ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അറൗണ്ട് ദ ടൈം അപ്പോൾ എന്ത് സംഭവിച്ചു, അപ്പോൾ ഇത് സംഭവിച്ചു, അപ്പോൾ എനിക്ക് പറ്റിയില്ല, അങ്ങനെയൊക്കെയുള്ള വരാം. പക്ഷെ അത് ശരിയല്ല. അപ്പോൾ എന്താണ്? ഐ ഡ്രീംഡ് അബൌട്ട് എ വണ്ടർഫുൾ ഹോളിഡേ. നൗ ഐ വാണ്ട് ടു ഫിനിഷ് മൈ ഡ്രീം. അടുത്ത് നോക്കൂ, ഐ വാണ്ട് ടു ഷോ ദാറ്റ് ഐ വാസ് ഇൻറ്ററപ്റ്റഡ്. എനിക്ക് ഇൻറ്ററപ്ഷൻ ഉണ്ടായി എന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം. ഐ ടാക്ഡ് അബൌട്ട് ഹെർ വെൻ ഷീ കെയിം ഇൻ ടു ദ റൂം. ഐ ടാക്ഡ് അബൌട്ട് ഹെർ വെൻ ഷീ കെയിം ഇൻ ടു ദ റൂം. അവൾ റൂമിലേക്ക് കയറി വന്നപ്പം ഞാൻ അവളെക്കുറിച്ച് സംസാരിച്ചു. തെറ്റാണല്ലോ. ഞാൻ അവളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് വേണ്ടത്. നോക്കൂ, ഐ വാസ് ടാക്കിംഗ് അബൌട്ട് ഹെർ വെൻ ഷീ കെയിം ഇൻ ടു ദ റൂം. ഐ വാസ് ടാക്കിംഗ് അബൌട്ട് ഹെർ വെൻ ഷീ കെയിം ഇൻ ടു ദ റൂം. അവൾ റൂമിലേക്ക് വന്നപ്പോൾ ഞാൻ അവളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് കറക്റ്റ്. ഐ വാണ്ട് ടു ഷോ ദാറ്റ് ഐ വാസ് ഇൻറ്ററപ്റ്റഡ്. ഞാൻ ഇൻറ്ററപ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം. ആൻഡ് ഐ വാസ് ടാക്കിംഗ് അബൌട്ട് ഹെർ when she came into the room. So this is what we can say about past continuous tense. I think that I have discussed all the parts of this past continuous tense and different situations when we use this present continuous tense. And you, the viewers, should watch the video fully and understand the variations when we are using and different situations when we are using past continuous tense, and continuously striving on the exercises. You can get mastery over the subject, mastery over the grammar or the language, and don't be lazy on learn. Let be upset about studying grammar,
and stay on the grammar, understand, stay on the sentences, and stay on reading and understand the differences while we are reading. And I think that it is necessary to read more, to understand more, and it will make your language flourished, and you should have a mastery over language. So let me conclude here, thanking you for your listening. Okay, thank you.